ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് യൂട്യൂബേഴ്സ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് വള്ളത്തിൽ പോയി ഞണ്ടിനെ പിടിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും കുളിപ്പുള്ളിലാണ് നമ്മുടെ സ്ഥലം വന്നത്. അതെ, പക്ഷേ ഈ ടൈം ഉച്ച ടൈമാണ്, നല്ല വെയിലുണ്ട്. അതെ, നമ്മൾ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട്. ഭയങ്കര വെയിലുള്ള സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ തലപ്പാവും തലേ സാധനവും തൊപ്പിയും ഫുൾക്കായ് ഷർട്ടൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഞണ്ടിനെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. കമോ. അങ്ങനെ ഞങ്ങൾ ഞണ്ടിനെ പിടിക്കാനുള്ള റിങ്ങൊക്കെ തൂക്കിയതേ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെയ്ത കോഴിക്കുടൽ കെട്ടുവാണ് കേട്ടോ. റിങ്ങിനകത്ത് ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി കോഴിക്കുടലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിന്നുള്ളത് ഒരു വള്ളത്തിലാണ്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഒരു വള്ളത്തിലാണ് ഞണ്ട് പിടിക്കാൻ പോകണം കേട്ടോ. ഈ വള്ളം സ്പോൺസർ ചെയ്തിരിക്കുന്നത് യോഹാൻ ഫുഡ്സ് ആണ് കേട്ടോ. ഇതിന്റെ വീഡിയോ ഫുള്ളും സ്പോൺസർ യോഹാൻസ് ആണ്. അതെ അതെ. ശരി, നീ വള്ളത്തിൽ ഇതിന് മുമ്പ് കയറിയിട്ടുണ്ടോ? പിന്നല്ല, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണോ? അല്ല അല്ല, പക്ഷെ നമ്മൾ ഇതേപോലെ തുഴയാൻ അറിയാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. നമുക്ക് അറിയത്തില്ല, പക്ഷെ നമ്മളെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷെ പഞ്ചിന് മാത്രമല്ല, ഞണ്ടിനെ കൂടി പിടിക്കണാണ്. അതെ, നമ്മൾ ഞണ്ടിനെയാണ് ഇത് പിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ, നമ്മളുടെ ക്യാപ്പും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം നല്ല പക്ഷേ എന്റെ ക്യാപ്പ് നമ്മുടെ മെയിൻ ക്യാമറമാനായ വിമലിന് കൊടുത്തിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ വഞ്ചിക്കാട്ടിൽ ലിമിറ്റേഷൻ ഉണ്ട്. ചെറിയ വഞ്ചിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാർ ഫുള്ളും കയറാൻ പറ്റത്തില്ല. പക്ഷെ നല്ലൊരു ആട്ടം ഉണ്ട് കേട്ടോ വള്ളത്തിന്. അതിനാ നമുക്ക് ഇങ്ങനെ വിട്ടാലോ? നോക്കാം, നമുക്ക് 5 സെന്റർ ആക്കിയിട്ട്. ആ ശരിയാ, 5 സെന്റർ ആക്കാം. പേടിക്കാൻ പേടിയുണ്ട്. പിന്നെ എനിക്ക് നിങ്ങൾ രണ്ടുമല്ലേ സംഭവം. അതെ, പേടിക്കണ്ട, നീന്തിക്കരുത് മുങ്ങിയാലും. ഞാൻ അങ്ങനെ ഫസ്റ്റ് അതൊന്ന് ഷോട്ട് എടുക്കരുത്. ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണിത്. റിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ റിംഗ് നമ്മൾ ഇവിടെ ഇടുവാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ റിങ്ങാണ്. എനിക്കൊന്ന് സൗണ്ട് എത്രത്തോളം കിട്ടുന്ന നമുക്ക് അറിയത്തില്ല, കാരണം നല്ല കാറ്റുണ്ട് അല്ലേ? അതെ അതെ, നമ്മൾ ഓരോ റിംഗ് ഇട്ടിട്ട് പോവാ കേട്ടോ. നമ്മുടെ ടോട്ടൽ എത്ര റിംഗ് ഉണ്ട്? 6 റിംഗ് ഉണ്ട്. നമ്മൾ അതിനകത്ത് ഇരയൊക്കെ കോർത്താ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ചിക്കൻ്റെ ഇഷ്ടമാണ്, ചിക്കൻ്റെ കുടലാണ്. ചിക്കൻ്റെ കുടലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ ഞണ്ടിനെയാണ് പിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ചിക്കൻ്റെ കുടൽ ഇട്ടാൽ എന്തായാലും ഞണ്ട് കിട്ടും, എന്തായാലും കിട്ടേണ്ടതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത് നമ്മൾ അടുത്ത് ഇടുവാണേ. അങ്ങനെ നമ്മുടെ അയലയുടെ വള്ളം തുഴഞ്ഞോണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ക്യാപ്പില്ലെങ്കിൽ ഇപ്പൊ പെട്ടാണല്ലേ. അതെ അതെ, നമ്മൾ ഉച്ചവെയിലത്താണ് ഗൈസ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഫുൾ ഡേ നമ്മൾ ഞണ്ടിനെ പിടിച്ചോണ്ടേ പോകത്തുള്ളൂ. ഇനി ഫുൾ ഡേ ഇരുന്നാലും നൈറ്റ് നമ്മൾ ഞണ്ടിനെ പിടിച്ചിട്ടേ പോകത്തുള്ളൂ. ഇല്ല, അവൻ എന്തായാലും പിടിക്കും. വെയിലൊക്കെ ആയതുകൊണ്ട് പോയിട്ട്. അതെ, അല്ലാണ്ട് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിട്ട ഇത് കിട്ടുമോ? സാധനം കിട്ടുമോ? ഈ റിങ് എല്ലായിടത്തോടെ എടുത്തോണ്ട് പോവോ? പേടിയില്ലാതെ അങ്ങനെ ഗൈസ്, നമ്മുടെ ഈ വള്ളം ഒരു ചെറിയ വള്ളമുണ്ടോ, അതിനകത്ത് നമ്മളെല്ലാവരും കൂടെ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ബാലൻസ് 2 ആൾക്കാർ അവിടെ കരയിലിരിക്കുകയാണ് നമ്മളെ നോക്കി. നമ്മുടെ മെയിൻ ക്യാമറമാൻ ഉൾപ്പെടെ അവിടെ ഇരിപ്പാണ്. അതെ അതെ, നമ്മുടെ ഈ സ്ഥലം എവിടെയാന്ന് പറഞ്ഞ? കുഴിപ്പള്ളിയാണ്. കുഴിപ്പള്ളിയിലാണ് നമ്മള്. കുഴിപ്പള്ളി ഫോൺ അധികം നേരം നമുക്ക് വെള്ളത്തിലോട്ട് ചൂണ്ടി പിടിക്കാൻ പറ്റും.
ഫോൺ ഈറ്റാവണ്ടോ? ഈറ്റാവുന്നില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ഫോൺ കിട്ടുന്നു. പാട്ട് കുഴപ്പമില്ലേ? കുഴപ്പമില്ല. ഇല്ലെന്ന് ഫോൺ കിട്ടണ്ടേ, തപ്പിയെടുക്കണ്ട. എന്താണ് ചിരിക്കുന്നേ? പിന്നെ നമ്മുടെ മെയിൻ എക്സ്പെർട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ, കണ്ട അതാണ് അയാളുടെ ഇല്ല. ജസ്റ്റ് പൊക്കിപ്പോ ആള് പൊങ്ങിപ്പോയി. ഉരുളക്കിഴങ്ങ് റെഡിയാക്കി വെച്ചോ, ഒരു ഞണ്ട് കേട്ട്. അയാളുടെ മുമ്പിൽ അല്ലടാ, എന്തോ നിങ്ങളുടെ പ്രതീക്ഷ എന്തോ? ഇതിനകത്ത് നമ്മളിപ്പോ 6 റിംഗ് ഉണ്ട്, 6-ണത്തെ എത്രണ്ണത്തിന് ഞണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഒന്നിലും ഞണ്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളത്തിന്റെ കാര്യം പ്രതീക്ഷിക്കാൻ പാടില്ല. അല്ലട്ടാ വന്നിരിക്കുന്ന ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഞണ്ട് ഇട്ടിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഗായ്സ്, നമ്മൾ 6 റിംഗ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 6 റിംഗ് ഇട്ട ശേഷം ഒരു 15 മിനിറ്റ് നോക്കിയിരിക്കണം കേട്ടോ. നമുക്കത് ഒരു റെസ്റ്റ് ആവും. പിന്നെ ഒരു 15 മിനിറ്റ് കാത്തിരുന്നാലേ ഏകദേശം കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലേ? ഒരു വലിട്ടാൽ ഒരു 15 മിനിറ്റെങ്കിലും ചുരുങ്ങിയൊരു 15 മിനിറ്റെങ്കിലും വെക്കണം, എന്നാലേ മാത്രമേ ടൈം. അതെ അതെ. അപ്പൊ നമുക്ക് ആ 15 മിനിറ്റ് അവന്മാരുണ്ട്, നമുക്ക് അവന്മാരുടെ അടുത്ത് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കമോ അപ്പുറത്ത് കാഴ്ച ഒരു പയ്യൻ ഞണ്ടിനൊക്കെ ഇടാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. എന്തിനാണെന്നറിയാമോ വിശേഷിപ്പിക്കണത്? ഗായ്സ്, ഇവിടെ ഒരു കല്ലുണ്ട്. അപ്പോൾ ഗായ്സ്, ആ കല്ല് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് അടിക്കുക. അങ്ങനെ ഗായ്സ്, ഞങ്ങളുടെ അവന്മാരുടെ അടുത്ത് എത്താറായി. നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോഴൊരു ആശ്വാസം അല്ലേ? പങ്കായവും പോവും നമ്മളും. എത്തിയിട്ട് കാര്യമില്ല, കയറോ മലകളിൽ കൊടുക്കും. എടാ കല്ല് കൊടുക്കാം മരയിലോട്ട്. അങ്ങനെ ഗായ്സ്, ഞങ്ങളുടെ അവന്മാരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കുറച്ചേരം ഇനി വിശ്രമിക്കാം. അങ്ങനെ ഗായ്സ്, ഞങ്ങളിത് 15 മിനിറ്റ് കഴിഞ്ഞത് ഞണ്ടിനെ തൂക്കാൻ പോകുന്നുണ്ടാ. നമ്മൾ ആ റിങ് എടുക്കാൻ പോവാണ്. നമുക്കപ്പോൾ നോക്കാം വല്ലതും കിട്ടുമോന്നൊക്കെ നോക്കാം. അവൾ ആയിരട്ട പറഞ്ഞിരിക്കുന്ന ഒരു പ്രതീക്ഷയില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. കിട്ടുമെന്നാണ് ശരി പറയുന്നത്. ഇതാണ് നമ്മുടെ ആൾക്കാര്. ഇല്ല പഞ്ചാണ്, ഇത്രയും പേരുണ്ട് പഞ്ചില്. നമ്മള് പഞ്ച് ഇതാണ്. അപ്പൊ ഗായ്സ്, നമുക്കൊന്ന് പോയി റിങ് പൊക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കിട്ടുമായിക്കോല്ലേ? കിട്ടുമെന്ന് പ്രതീക്ഷിക്കാട്ടാ. കിട്ടും, കിട്ടണേയാണ്. എന്നാലും 6 റിങ് ഉണ്ടല്ലോ, എന്നാലും കിട്ടാണ്ടിരിക്കത്തില്ല. ആരുടെ ഞണ്ടിനെ മാത്രമേ കിട്ടാൻ പറ്റത്തുള്ളൂ. ഞണ്ട് മാത്രമേ കിട്ടുള്ളൂ. റിങ്ങിൽ ഞണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാണ് ആരുടെ പറഞ്ഞത്. വലിയ ഞണ്ടായിരിക്കോ ചെറിയ ഞണ്ടായിരിക്കോ? പറയാൻ പറ്റില്ല. ഇടത്തരം ഞണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഗായ്സ്, നമുക്ക് എന്തായാലും ഒന്ന് ചെന്ന് റിങ് പൊക്കി നോക്കാം. എത്താറായാ റിങ്ങിന്റെ അടുത്ത്? കാണിച്ചു കൊടുത്തേ. ആ കുപ്പിയാണ്ടോ? ആ ചെറിയ കുപ്പിയാണ്ടോ? നമ്മൾ ആ റിങ് മനസ്സിലാക്കുന്നത് നമ്മുടെ ആ റിങ്ങിന്റെ തുമ്പത്ത് ഒരു കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി കെട്ടിയിട്ടുണ്ടാവും കേട്ടാ, ഇതേപോലെ. അപ്പൊ ആ കുപ്പിയിൽ പിടിച്ചാണ് നമ്മൾ ആ കയർ പൊക്കിയെടുക്കാൻ പോകുന്നത്. കണ്ടോ? അങ്ങോട്ട് വേണ്ട.
അങ്ങനെ കഴിച്ചത് ഞങ്ങൾ ഒരു റിങ്ങിന്റെ അടുത്ത് വട്ടമിട്ട് വെള്ളം കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും വെള്ളമുള്ള കയ്യില് ബാക്കി അതെ, ബാക്കിയെല്ലാം കുടിച്ച് തീർത്തങ്ങള്. വെള്ളം ഭയങ്കര ചൂടാണ് ഈ സമയത്ത്. കറക്റ്റ് ഇപ്പോൾ ഒരു ഏകദേശം എത്ര മണി 1:30 അടുത്തായിട്ടുണ്ട്. ഭയങ്കര ചൂടുള്ള സമയം കേട്ടോ. ഭയങ്കര വെയിൽ. ഇപ്പൊ നമ്മളെ തലയുടെ മുകളിലാണ് സൂര്യൻ. ഇവിടെ സൂര്യൻ കണ്ട, തലയുടെ മുകളിലാണ് സൂര്യൻ കാണുന്നത്. കണ്ടോ ഗായ്സ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വലിയ പുഴയാട്ടോ. പുഴയിലോട്ട് നമ്മൾ ഇറങ്ങുന്നില്ല. നമുക്ക് ജസ്റ്റ് മിസ്സായി ഗൈസ്. ഹോയ് ഹോയ് ഹോയ്. പിടിക്കുന്ന പറഞ്ഞത്. അതെ, ഗായ്സ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഒന്നാമത്തെ റിങ്ങിൽ ഒന്നും കിട്ടിയിട്ടില്ല. കാലിയാണ്. അത് വീണ്ടും നോക്കി അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞണ്ട് കേറിയിട്ടില്ലെന്ന് തോന്നല്ലേ? ഞണ്ട് കേറാൻ സമയം ആയിട്ടില്ല. അപ്പൊ കിട്ടോ? ഇവിടെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറെ ചേച്ചിമാരൊന്ന് ചൂണ്ടിടുന്നുണ്ടല്ലേ? മീനും കിട്ടുന്നുണ്ട്. ആ, കരിമീനാന്ന് തോന്നുന്നു കിട്ടിയത്. വലിയ കരിമീനാട്ടോ. നമ്മ പിടിച്ചതിനെക്കാട് ചെറുതാണത്. വെള്ളത്തിൽ ഇറാ പിടിച്ച്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ അടുത്തത് പൊക്കി തുടങ്ങി. അതിലൊന്നും കിട്ടിയിട്ടില്ല. അതിനകത്ത് ഇര പോയാ? പക്ഷെ കട്ടിയില്ലാത്തോണ്ട് നേരെ പുറത്തേക്ക് ഒഴുക്കില്. ഗൈസ് ഇപ്പൊ ഒരുവിധം നല്ല വെയിലായിട്ടുണ്ടല്ലേ ചേനെ? നല്ല വെയിലാണ്. ഭയങ്കര ചൂടുമായിട്ടുണ്ട്. നമ്മുടെ 2 റിങ് പൊക്കി നോക്കി. പക്ഷെ രണ്ടിലും ഒന്നുമില്ല. കാലിയാണ് ഗൈസ്. ഏതെങ്കിലും അങ്ങനെ പോയിട്ട് എനിക്കൊന്ന് ഞണ്ട് കേറാൻ ടൈം ആയിട്ടാണ് തോന്നുന്നല്ലേ? വെള്ളം പൊങ്ങിയാൽ മാത്രമേ ചാൻസ് ഉള്ളൂ. അതെ അതെ, നോക്കാം. ഇപ്പൊ നമ്മള് 3 പേരെയാണ് ഈ വള്ളത്തിൽ കയറിയിരിക്കുന്നത്. 2 കരപ്പയിൽ ഇരിപ്പുണ്ട് കേട്ടാ. ഷെവിൻ അങ്ങനെ ഇടക്ക് വെള്ളം മുക്കാൻ നോക്കുന്നുണ്ട്. അപ്പുകൂട്ടനെ വള്ളത്തിൽ കയറ്റില്ലെന്ന് പറഞ്ഞാൽ അപ്പുകൂട്ടൻ അവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മളത് അങ്ങനെ അടുത്തതും കൂടെ ഒന്ന് പൊക്കി നോക്കിട്ടോ. പക്ഷെ അതിനകത്തും കിട്ടിയിട്ടില്ല. കാലിയാണ് റിങ്ങൊക്കെ. വെള്ളത്തിൽ കിടന്നിട്ടേ ഒഴുകുന്നുണ്ട്. അപ്പൊ ഞാൻ പിടിക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ ഞാനിപ്പോ ഇറങ്ങും. ഹലോ ഗായ്സ്, ഞങ്ങളിതാ വള്ളത്തിലാണ്. അതെ, പക്ഷെ 3 ആൾക്ക് കേറാൻ പറ്റുള്ളൂ വെള്ളത്തില്. അത് ശരിയാ. നമ്മൾ 5 പേരുണ്ട്. പക്ഷെ നമുക്ക് 3 പേർക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ബാക്കി 2 പേരെ കൂടെ അടുത്ത ട്രിപ്പ് നമ്മൾ കൊണ്ടുപോകും കേട്ടോ. നമ്മുടെ അതെ അതെ, നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് യൊഹാൻ ഫുഡ്സ് ആണ് കേട്ടോ. യൊഹാൻ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കണ്ണങ്കായാണ്. ഈ കൊച്ചു പിള്ളേർക്ക് കഴിക്കാനുള്ള ബേബി ഫുഡ്സ് അതുപോലുള്ള ഐറ്റംസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പുതിയ കണ്ണങ്കായ ഐറ്റംസ്. അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേർക്ക് ഇച്ചിരി സൈസ് വെക്കാനും അതിനൊക്കെ ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലേ? അല്ലിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. മെയിനായിട്ടത് കായാണ്, കണ്ണൻ കായ എന്ന് പറഞ്ഞൊരു പഴമാണ്. അത് നമ്മൾ കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി പൊടിച്ചു കൊടുക്കണ്ടെങ്കിൽ പൊടിച്ചു കൊടുക്കും, സ്ലൈസ് ആയിട്ട് കൊടുക്കേണ്ടവർക്ക് സ്ലൈസ് ആയിട്ട് കൊടുക്കും. ഓൾ കേരള ഡെലിവറി ഉണ്ട് നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചേക്കണത്. പിന്നെ ബേബി
ബേബി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ആ സംഭവം വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. ഗൈസ് ഞങ്ങൾ ഇതുവരെ 4 റിങ് പൊക്കി നോക്കി, പക്ഷെ 4 കാലിയാണ് ഗൈസ്. ഞങ്ങൾ അതെ 2 നമുക്ക് പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മൾ പുഴയിൽ നിന്ന് വെള്ളം കയറുന്ന സ്ഥലത്താണ് പൊക്കി നോക്കിയത്. സത്യം പറഞ്ഞാൽ അവിടെയാണ് കിട്ടേണ്ടത്, വരുന്ന ടൈമിൽ അവിടെ നിന്നാണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് അതിലെല്ലാം കാലിയായിരുന്നു. നമ്മളപ്പോൾ അടുത്തതിൽ 5ാമത്തെ നമ്മളൊന്ന് പൊക്കി നോക്കാം. 5ഉം 6ഉം കൂടെ ഉണ്ട്. അപ്പൊ ഏതിലെങ്കിലും ഒന്ന് കിട്ടുമോ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ ഏകദേശം ഇത് കിട്ടിയിട്ട് പോകാന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. എരയുണ്ട് അതിനകത്ത്. അങ്ങനെ കാഴ്ച നമുക്കൊരു വലിയ ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. കുഞ്ഞു ഞണ്ടാണ് കാഴ്ച, ഒരു കുഞ്ഞു ഞണ്ടിനെ കിട്ടി. അങ്ങനെ കാഴ്ച നമ്മളൊരു 5ാമത്തെ റിങ് പൊക്കി നോക്കിയപ്പോ നമുക്ക് അതിനകത്ത് ഒരു ചെറിയ ഞണ്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാഴ്ച. നമ്മൾ ലാസ്റ്റ് എല്ലാത്തിനും കൂടെ കാണിക്കുന്നതായിരിക്കും. ഈ കടൽ ഞണ്ട് കൂടുതൽ പുഴയിലാണ്. ശരി, നമ്മൾ ഞണ്ട് കറി വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? നമ്മള് അങ്ങനെ ഞണ്ട് കിട്ടുന്ന നമുക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. അങ്ങനെ ഗായ്സ് നമ്മൾ എല്ലാ റിങ്ങും പൊക്കി നോക്കി, പക്ഷെ നമുക്ക് ഒരു ചെറിയൊരു ഞണ്ടിനെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇത്ര നേരമായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് പൊക്കി നോക്കാം. നമ്മുടെ ഇരകളൊന്നും പോയിട്ടില്ല. അപ്പോൾ അടുത്ത റൗണ്ട് അവന്മാരാണ് കയറാൻ പോകുന്ന വെള്ളത്തിൽ. നമുക്ക് എന്തായാലും നോക്കാം. ലാസ്റ്റ് നമ്മൾ പൊക്കാൻ പോകണം കേട്ടോ, നമ്മളല്ല. 2ാമത്തെ സെറ്റ് നമ്മുടെ ബാക്കി അപ്പുകൂട്ടനല്ല നമ്മുടെ ജിതിനും വിമലും കൂടെയാണ് പോകുന്നത്. നമ്മുടെ മെയിൻ ക്യാമറമാനും ജിതിനും കൂടെയാണ് പോകാൻ പോകുന്നത്. നമുക്ക് നോക്കാം അവന്മാരും വെള്ളത്തിൽ കയറുമ്പോ എങ്ങനെയാ കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കേറാൻ പോണത്, അപ്പൊ അത് കോമഡി ആയിരിക്കും. അതെ, അങ്ങനെ വള്ളം നമ്മൾ അടുപ്പിക്കുകയാണ്. അങ്ങനെ എസ്പെർ ഡ്രൈവർ കം ആഗ്രഹമായിട്ട് അദ്ദേഹം തുഴഞ്ഞത്. ഹോയ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇത് അവന്മാരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി അവന്മാരാണ് അടുത്ത തവണ കയറാൻ പോകുന്നത്. അതിനകത്ത് വിമലാണ് കയറുന്നത്. അപ്പുകൂടൻ അപ്പോഴും പോസ്റ്റാണ് ഗായ്സ്. എന്ത് ചെയ്യും? അങ്ങനെ ഗായ്സ് നമുക്കിത് ഒരു കുഞ്ഞു ഞണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാലൊടിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് ഇറുക്കും. അത് അതിലൂടെ അതിൻ്റെ കാലൊടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മളിത് വെള്ളം വെക്കല്ലേ വീഡിയോ എടുക്കട്ടെ. നിക്കട വിമല നീ കേറ്. പക്ഷേ നീ മാറിക്കടാ. ആ അങ്ങനെ ഗായ്സ് അടുത്ത സെറ്റ് അപ്പുകൂടനും വിമലും കൂടെ കേറിയിരിക്കുകയാണ്. വേഗം ഇരിയടാ, വേഗം ഇരുന്നോ. അങ്ങനത്തെ അവന്മാര് 2 പേരും കൂടെ വള്ളത്തിൽ കയറിയിട്ടുണ്ട്. അതാ അപ്പുകൂടെ ഇതിനു മുമ്പ് നീ വള്ളത്തിൽ കയറിയിട്ടുണ്ടാ? അപ്പുകൂടെ ഹൗസ് ബോട്ടിൽ പോയപ്പോ വള്ളത്തിൽ കയറിയിട്ടുണ്ടെന്നാ പറയുന്നത്. വിമല് കയറിയിട്ടുണ്ടാ? വിമല് കയറിയിട്ടുണ്ടാ അതിന് മുമ്പ്? അങ്ങനെ വിമല് ഫസ്റ്റ് ടൈം ആണ്. നമ്മുടെ തുഴയറിയാവുന്ന ആശാൻ ആഗ്ലേട്ടനാണ് വള്ളത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ ഗായ്സ് അവന്മാര് വീണ്ടും വള്ളത്തിൽ കയറിയിരിക്കുകയാണ്. ആദ്യത്തെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. അത് പിന്നെ ഓക്കെ ആകുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും. അങ്ങനെ ഗായ്സ് അവന്മാര് അടുത്ത ട്രിപ്പ് ഞണ്ടിനെ പൊക്കാനായിട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. പറയാൻ പറ്റില്ല. എനിക്ക് വെള്ളം വഞ്ചി മുങ്ങുന്നതിന് പേടിയില്ല, നിങ്ങൾ മുക്കുന്നത് പേടിയുണ്ട്. പക്ഷേ മൊബൈലിൽ എടുത്തിട്ട് നല്ല റിസ്ക് ഉണ്ട്. വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ മുഖം തന്നെ എടുത്ത് പകർത്തി വെച്ചേക്കണ. ഫ്രണ്ടിൽ കിടക്കുന്ന പുറകെ കിടക്കുന്ന തമ്മിൽ എന്താ വ്യത്യാസം? എടുക്കൂ വീഡിയോ.
ചേച്ചി ഒരു തീരെ ഒരു തിരിയാണ് മറുതിരിയാണ്. അത് വരുന്നില്ലടാ. എന്താ കാണിക്ക് ചരിച്ചു വെക്കണോ? എങ്ങനെ ആ പേടിയാന്നടാ. വെട്ടം കിട്ടുന്നുണ്ടോ? ഓണാക്കിയാണ് ക്യാമറ. ഓണാക്കി. ഇവൻ ആദ്യമായിട്ട് നോക്കി കയറണ. ഞാൻ ഒരു വട്ടം കേട്ടു. ഞാനും 1-2 വട്ടം ഇതുപോലത്തെ വണ്ടിയാണോ? ഇതല്ല, ഇതിനെക്കാട് കുറച്ച് വലുതാ. സെയിം തന്നെ, കുറച്ച് വലുതാണ്. മറ്റേ മോട്ടർ വെച്ചതാണ്. ആ മോട്ടർ അതിനകത്ത് എന്താണ് ഇവന് തലക്കടി കിട്ടിയ? ഹാപ്പി. ഇപ്പൊ ഹാപ്പി. കൈയൊക്കെ ഒട്ട് കിടത്തില്ല. അതെ. ഒരു തീര പിന്നെ ചെറു തീര പിന്നെ മറു തീര പിന്നെ തല നിന്ന് നമ്മളിപ്പോ എവിടെയാടാ ഷെവിനെ? സൈഡാണ്. എടാ ഇടിയാളിവിടെ രണ്ടു കൂടി. ആ മിക്കാറും കണ്ടോ അപ്പൊ ഗായ്സ് ഞങ്ങളിതേ വള്ളത്തിലൊക്കെ പോയി ഞണ്ടൊക്കെ പിടിച്ച് ക്ഷീണിച്ച് വന്നിരിക്കുക കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഞങ്ങളെ കോലം കണ്ടാൽ തന്നെ അറിയാം. ആകെ എല്ലാരും ടയർഡായി കറുത്ത് കരിവാളിച്ച് പോയി. അപ്പൊ ഗായ്സ് ഞങ്ങൾക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം ഗായ്സ്. ആകെ 2 ഞണ്ട് കിട്ടി. ഈ 2 ഞണ്ടാണ് ഞങ്ങൾ ഇത്ര നേരം ഇരുന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. വെയിൽ കൊണ്ട് എന്റെ ഫലമായി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതാണ് ഗായ്സ് 2 ഞണ്ടുകൾ. ഇത് മാത്രമേ അത്യാവശ്യം ആയിട്ടുള്ളൂ. അതെ, ഇതൊരു കുഞ്ഞു ഞണ്ടാണ്. അത് കടലിനുണ്ടാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.